ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു, ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞങ്ങളൊന്ന് കുറ്റ്യാടി വരെ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന്. അത് ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. ഞാനിതുവരെ ബൈക്കിൽ കുറ്റ്യാടി വരെ പോയിട്ടില്ല കേട്ടോ. പുറത്തുള്ള കാഴ്ചകളും പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടുപോകണം. അതൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ച് ഞാൻ പോകുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സെൽഫി സ്റ്റിക്കൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത്. ഞാൻ ഇതുവരെ അതിന് പുറത്തിറക്കിയിട്ടില്ലായിരുന്നു. വാങ്ങി അൺബോക്സ് ചെയ്ത് വെച്ചതായിരുന്നു. ഈ വെള്ളമുണ്ട ഭാഗമൊക്കെ എത്തുമ്പോൾ എൻ്റെ റാഫിക്കൊക്കെ ഭയങ്കരമായിട്ട് നോസ്റ്റ് അടിക്കും കേട്ടോ. മൂപ്പര് പഠിച്ചത് ഇവിടെയൊക്കെ ആയിരുന്നു. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് എൻ്റെ റാഫിക്ക് 2ാം ക്ലാസ് പഠിച്ചത്. അപ്പുറത്ത് കാണുന്നതിലാണ് 4ാം ക്ലാസ് പഠിച്ചത്. ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് കൂടെ ആരൊക്കെയോ നോക്കി ചിരിച്ചെന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട്. ഇവിടെ എത്തിയപ്പോൾ ഒന്ന് ഇറങ്ങി, നല്ല ചൂടായിരുന്നു. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ അവിടെ കുറേ ഉപ്പിലിട്ടതും ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. മാംഗോ ജ്യൂസ്, ചിപ്സ്, അങ്ങനെ കുറേ അൽക്കുലത്തെ സാധനങ്ങൾ വാങ്ങിട്ടോ. പിന്നെ ഒരു പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റാഫിക്കാക്ക് ചെറിയ പീസ വേണ്ട, വലിയ കഷ്ണം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വണ്ടി പോകുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഒരു കയ്യിൽ ക്യാമറ ഉണ്ട്. ഇങ്ങനെ ഞാൻ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൂപ്പർക്ക് ഇങ്ങനെ കൊടുത്തേന്ന് തിരിഞ്ഞിട്ടില്ല. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ കാണുള്ളൂ. പിന്നെ ഞാൻ ഈ യാത്രയിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം, ഞങ്ങൾ കാറിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ഞാനൊരു 100 പ്രാവശ്യം ഇപ്പോൾ തിരിഞ്ഞിരുന്നിട്ടുണ്ടാവും. ബൈക്കിലായതുകൊണ്ട് എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ടാന്ന് തോന്നുന്നു. അതിപ്പോൾ എന്തായാലും ലാഭമായി. ഓൾമോസ്റ്റ് നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ നമ്മളവരെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെ പോയെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ റാഫിക്കാൻ്റെ പെങ്ങളെ വീട്ടിൽ പോയതാണ് കേട്ടോ. അതായത് എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ജ്യൂസ് കിട്ടി. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ അപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് ഒരു മുട്ടായി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുമ്പ് ഇതൊരു രസമില്ല, തിന്നു പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. തേങ്ങയും വെള്ളമൊക്കെ ആയിട്ട്. അവിടെ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. നമ്മൾ ഈ വാഴേൻ്റെ ഇലയില്ലേ, ഉണക്ക വാഴേൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ടായിരുന്നു മുട്ടായി ഉണ്ടായിരുന്നത്.
മുട്ടായി തിന്നുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഞങ്ങളൊരു ഉടുമ്പിനെ കണ്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഉടുമ്പിനെ കാണുന്നത്. ഇങ്ങനെ വഴി കൂടെ ഒക്കെ പോകുന്നത്. സൂവിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാ ഓനി കൈ എടുക്കുമ്പോ അത് പോയി പോന്നു. അടിപൊളിയാ കാണിക്ക്. അടിപൊളി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. മഴ പെയ്യാനായ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ മഴ പെയ്യാതെ വീട്ടിലെത്തിട്ടോ. പിന്നെ ഞാൻ വർത്തമാനം പറയുമ്പോൾ കുറേ പ്രാവശ്യം അപ്പം ടോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതെനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ മനഃപൂർവ്വം ആ 2 വേർഡ്സ് യൂസ് ചെയ്യാതെ വർത്തമാനം പറയാൻ നോക്കുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടുണ്ട്. ഗ്രാജുവലി അത് മാറിക്കോളായിരിക്കും. ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഒരു പാനിപ്പൂരിൻ്റെ കട കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ നിർത്തി എനിക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞിട്ട്. നമ്മളെപ്പോഴും പാനിപ്പൂരി കഴിക്കാൻ ഭായിമാരുടെ കയ്യിൽ നിന്നല്ലേ. അപ്പോൾ ഒരു മലയാളീൻ്റെ കയ്യിൽ നിന്ന് പാനിപ്പൂരി കഴിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഞാൻ കയറിപ്പോയി. അവിടെ വേറെയും കുറേ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. കാടമുട്ടുണ്ട്, പിന്നെ പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ മുളയരി പായസമൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് അത് വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടായിരുന്നു. എനിക്ക് പാനിപ്പൂരി മാത്രം മതിയായിരുന്നു. പാനിപ്പൂരിയിൽ ഭയങ്കര പുളിയായിരുന്നു, കഴിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ പാനിപ്പൂരി ആയതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്തു. ആ പാനിപ്പൂരി കഴിച്ചതിൻ്റെ ഹാങ് ഓവർ മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ മുളയരി പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലൊരു പായസം കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് വീടെത്താറായിട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബൈക്ക് യാത്രയെ കുറിച്ച് പറയാം. അത്യാവശ്യം നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, കാലുവേദന എടുക്കുന്നുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല വൈബാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.